മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സീഡ് ആൻഡ് സോയിൽ എന്ന് പറയുന്നതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ എച്ചു അമ്മയും പാറു ആണല്ലോ ഇതിൻ്റെ അകത്ത് ക്യാരക്ടർ. അപ്പോൾ നമുക്ക് നോക്കാം. ദേ ജോയിൻഡ് ദ ഫാമേഴ്സ് ഇൻ പ്ലാന്റിങ് ദ സീഡ്ലിങ്സ്. അവർ ഫാമേഴ്സിൻ്റെ കൂടെ ഞാറ് നടാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു. ദ ഫാമേഴ്സ് വെർ ഹാപ്പി ടു സീ ദം. ആ ഫാമേഴ്സ് വളരെ സന്തുഷ്ടരായിരുന്നു അവരെ കണ്ടതിലൂടെ. They began to do the work with enthusiasm, added enthusiasm. അതായത് അവർ ആ ഒരു ജോലി വളരെ ഉത്സാഹത്തോടെ ചെയ്യാൻ തുടങ്ങി. Now Paru looked at her grandmother. She noticed that Echuma was tired. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പാറു അവളുടെ അമ്മുമ്മേനെ നോക്കി. അപ്പം അവൾക്ക് മനസ്സിലായ അമ്മുമ്മ ക്ഷീണിതയാണെന്ന്. The girl asked her if she could fetch an umbrella. എന്താണ് അവൾ അമ്മുമ്മയോട് പറഞ്ഞു, അമ്മുമ്മ ഇവിടെ ഒരു കൊട പിടിച്ച് നിന്നോളാൻ പറഞ്ഞു. ഫെച്ച് മീൻസ് കൊട മൂത്ത് പിടിക്കുക എന്നുള്ളതാണ് അർത്ഥം. വിത്ത് എ സ്മൈൽ ദ ഗ്രാൻഡ്മ ഡിക്ലൈൻഡ് ദ ഓഫർ. ഡിക്ലൈൻഡ് മീൻസ് റിജക്റ്റ് ചെയ്യുക. ഓക്കെ, അതായത് വേണ്ട മോളെ എന്ന് പറഞ്ഞു. പക്ഷെ ഒരു ചിരിയോടെ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല മക്കളെ, കുഴപ്പമില്ല ഇങ്ങനെ പറഞ്ഞു. എന്താണ് പാറു ഹെൽഡ് ഹെർ ഗ്രാൻഡ് മദേഴ്സ് ഫ്രയൽ ഹാൻഡ് ടൈറ്റ് ആൻഡ് ദേ വാക്ക്ഡ് ത്രൂ ദ ഫീൽഡ്. അതായത് ഫ്രയൽ ഹാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുളിഞ്ഞ ആ ഒരു കൈ ഉണ്ടല്ലോ, വയസ്സായില്ലേ, അപ്പം ചുളിഞ്ഞ ആ കൈയും പിടിച്ചുകൊണ്ട് അവരാ പാടത്ത് കൂടെ നടക്കാൻ തുടങ്ങി. പിന്നെ എന്താണ് പറയുന്നത്, ദ സൺ വാസ് ഗെറ്റിംഗ് ഹോട്ട്. എച്ചുഅമ്മ നോട്ടീസ്ഡ് ദാറ്റ് പാറു വാസ് സ്വെറ്റിംഗ്. എന്താണ് അങ്ങനെ ഭയങ്കര ചൂടായിരുന്നു, സൂര്യൻ ഭയങ്കരമായിട്ട് ചൂടായിരുന്നു, ഭയങ്കര വെയിലുള്ള സമയമായിരുന്നു. അപ്പൊ എച്ചുഅമ്മ പാറു വിയർക്കുന്നത് കണ്ടു. ഗോ ഹോം ഡിയർ, ഇഫ് യു സ്റ്റേ ലൈക്ക് ദിസ് യു മേ ക്യാച്ച് എ കോൾഡ്. എന്താണ്, യു നോ ഐ ആം യൂസ്ഡ് ടു ദിസ് ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നീ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നീ വീട്ടിൽ പൊക്കോളൂ. നീ ഇപ്പൊ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് പനി വരും, നിനക്കൊരു ജലദോഷം വരാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെ വരാറുണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മൂമ്മയ്ക്ക് അത് പരിചയമുണ്ടല്ലോ, അമ്മ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ലേ. അപ്പം പാറുവിന് അത് പരിചയമില്ലല്ലോ. അപ്പൊ നീ വീട്ടിൽ പൊക്കോ മോളെ എന്ന് പറഞ്ഞു. എന്താണ്, ദ ഗ്രാൻഡ് മദർ ടോൾഡ് പാറു, നോ ഐ വാണ്ട് ടു ബി വിത്ത് യു. എന്താണ് പാറു റിപ്ലൈഡ്. അപ്പം എന്താണ് പാറു ഇത് കേട്ടിട്ട് പറഞ്ഞു, ഇല്ല ഞാൻ നിങ്ങളോടെ ഇവിടെ നിൽക്കും എന്നിങ്ങനെ പറഞ്ഞു. Oh, what a naughty girl. You have always been like this, Grandma whispered lovingly. They continued to walk. അപ്പോൾ എന്താണ് ഗ്രാൻഡ്മ പറഞ്ഞു, എന്തൊരു നോട്ടി ആയിട്ടുള്ള, എന്തൊരു കുരുത്തങ്കട്ട കുട്ടിയാണ് നീ, എന്തൊരു അനുസരണ ഇല്ലാത്ത കുട്ടിയാണ്, ഒരു പെൺകുട്ടിയാണ് നീ ഇപ്പോഴും നിന്റെ ഈ സ്വഭാവം കൊണ്ടങ്ങ് നടന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു ലവിങ്ലി, ഒരു സ്നേഹത്തോടെ ഇങ്ങനെ നമ്മൾ പറയില്ലേ, നീ ഇപ്പോഴും നിന്റെ ഇങ്ങനത്തെ സ്വഭാവം തന്നെയാണല്ലേ, ഇങ്ങനെ നമ്മൾ പറയില്ലേ, അങ്ങനെ പറഞ്ഞിട്ട് അവരവരുടെ വാക്കിങ് തുടർന്നു. അതാണ് ഇതിൻ്റെ അർത്ഥം വന്നിട്ട്. അപ്പം എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പം പിന്നെ നിങ്ങളുടെ സ്കൂളിൽ ഇത് തീർത്ത് കാണും, അതുകൊണ്ടാണ് ഞാൻ സ്ലോ ആവുന്നത്. പിന്നെ നമുക്ക് ചെയ്യാം, നമുക്ക് പാഠങ്ങൾ പഠിച്ച് തീർക്കാം. റിവിഷൻ തുടങ്ങാൻ ഇനി അധിക ദിവസങ്ങളില്ല. 15 ദിവസം 15 ഇല്ലല്ലേ, 13 ദിവസം കൂടെ അല്ലേ ഇനി പരീക്ഷയ്ക്കുള്ളൂ. അപ്പം നമ്മൾ ഇപ്പോഴേ തുടങ്ങണം. നമുക്ക് ഈ ഒരു പാഠം കൂടെ മാക്സിമം തീർത്തിട്ട് പകുതിയാക്കിയിട്ട് നമുക്ക് റിവിഷൻ തുടങ്ങാം. എനിക്ക് തോന്നുന്നു ഈ പാഠത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ കുറവായിരിക്കും. കാരണം അവസാനത്തെ പാഠത്തിൽ നിന്ന് ഇങ്ങനെ ചോദ്യങ്ങൾ വരാറില്ല. മാക്സിമം ഒരെണ്ണമൊക്കെ മാക്സിമം വരാറുള്ളൂ. അപ്പോൾ അതും ഫസ്റ്റ് പാർട്ടിൽ നിന്നൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് ഒന്ന് അർത്ഥം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പം നിങ്ങൾക്ക് എഴുതാൻ അറിയാമല്ലോ. അപ്പം എന്താ പറയുന്നേ, ഇപ്പം പറയാനൊന്നും ഇല്ല. എല്ലാവരും നന്നായിട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതുക. പിന്നെ ഇംഗ്ലീഷിൻ്റെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ സപ്പോർട്ട് ചെയ്യാത്തവരുള്ളൂ. ബൈ.